ശുദ്ധവൃത്തികളാണ്. ശുദ്ധവൃത്തികൾ നട്ടാത്തുക തുണയാണ്. 100% ആത്മാർത്ഥമായിട്ടാണ് അനിൽ ആന്റണി BJP നേതൃത്വം ഞാൻ അത് BJP കാരനാണ്. BJP ചേർന്നെങ്കിൽ BJP സ്ഥാനാർത്ഥി എങ്ങനെ എതിർക്കുന്നത് മര്യാദ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് ജനം ആക്സെപ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ നോക്കി സ്ഥാനാർത്ഥിയാക്കും. അതാണ് അതിന്റെ പ്രശ്നം. അതില് നമ്മുടെ ഏത് പാർട്ടിയാണ്, ഇത് BJP മാത്രമല്ല. വയനാട് നിൽക്കുന്നതിന് എനിക്ക് മടിയുണ്ട്, ഞാൻ ആലോചിച്ചു. പക്ഷേ നമുക്കിപ്പോൾ പ്രശ്നമുണ്ട്. എന്റെ പേരിൽ വെറുതെ ഒരു കള്ളപ്പുറം ഞാൻ ഒരു മുസ്ലിം വിരുദ്ധനായിട്ട് എന്നെ മാറ്റി വെച്ചിരിക്കും. അപ്പൊ അവിടെ കയറി ഞാൻ നിൽക്കാൻ വീണ്ടും ആ പ്രചരണത്തിന് ശക്തി പകരാൻ വേണ്ടത്. ഞാനവിടെ ചെല്ലുമ്പം എല്ലാം ചിരിച്ച് കഴിയിൽ പോയി ചൂണ്ടിക്കിട്ട് ഒരാള് നോന്നോട് പറയുന്നില്ല. ഞാൻ ചെന്നോടെയും മിണ്ടാൻ പറ്റില്ല. ഞാൻ തീർച്ചയായിട്ടും പക്ഷെ ഒടിയില്ല. ഇത് ആരുടെ ഇതെന്നല്ലേ കണ്ടിട്ട് ഒരു ചിത്രം പൊക്കോന്നും സംസാരമില്ല. നല്ലോണം പ്രസംഗിക്കാന്ന് പിന്നെ വിളിച്ചത്. 100% BJP വന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ശരിയാണെന്ന് മാത്രമല്ല, BJP അല്ലാതെ മറ്റൊരു രക്ഷയില്ല ഇന്ത്യ ഭാരതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ BJPക്ക് കനത്ത പരാജയമാണ് നേരിടേണ്ടി വന്നത്. എന്തായാലും നമ്മോടൊപ്പം BJP നേതാവ് PC ജോർജ് ചേർന്നുണ്ട്. എങ്ങനെയാണ് ഈ പരാജയത്തെ നോക്കി കാണുന്നത്? പരാജയം തന്നെ. പരാജയമൊന്നും പറയാനില്ല. പക്ഷേ സംഭവിച്ചെന്താ വെച്ചാൽ, സ്ഥാനാർത്ഥിയെ മുകളിൽ നിന്ന് നിർദ്ദേശിച്ചത്. അപ്പൊ തന്നെ ഇവിടെയുള്ള പ്രവർത്തകരുടെ ഇടയ്ക്കൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റിയെടുത്തെങ്കിലും സ്ഥാനാർത്ഥിക്ക് കേരളമായിട്ട് ബന്ധമില്ല. യാതൊരു ബന്ധമില്ല, പ്രസംഗമില്ല, ഒന്നുമില്ല. ആളുകളെ ഒരു ബന്ധമില്ല. അതായത് ഇപ്പൊ അതിന് വ്യക്തിപരമായി ഞാൻ ഒരു മാന്യന്, അറിവുള്ളവനും കഴിവുള്ള ചെറുപ്പക്കാരനാണ്. പക്ഷേ ആരാണ് അനിലാന്നി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയട്ടെ. ഇവിടെ സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ, ഒരു യോഗത്തിൽ സംസാരിക്കാൻ പോലും 2 മിനിറ്റ് കൂടെ സംസാരിക്കാം. അപ്പം മലയാളം പോലും അറിയില്ലാത്ത ആളെന്നുള്ള പ്രചരണം ആദ്യമുണ്ടായത് വലിയ അപകടമായിരുന്നു. പിന്നെ ആളെ അറിയില്ല. ആന്റിയുടെ മകൻ എന്ന് പറഞ്ഞൊരു ഒരു ആക്ട്രസ്സാണ്. പക്ഷേ ആന്റി മകനുമായിട്ട് അടിയിച്ചു. അതുകൊണ്ട് വന്നപ്പം ആന്റണിക്കെതിരായിട്ട് വളരെ കടുപ്പിച്ച് പറയുന്ന ആന്റണി നിർബന്ധമായി. അതും ദോഷമുണ്ടായി. ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിന് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് പരാജയപ്പെട്ടത്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്ഥാനാർത്ഥിയെ, അത് ഏത് പാർട്ടിയാണെങ്കിലും സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പോൾ ഒരു മാനദണ്ഡമാണ്. വെറുതെ ഒരു സ്ഥാനാർത്ഥി പണ്ട് കാലത്താണെങ്കിൽ കൊണ്ട് ഒരാളെ ഈ CPM കൊണ്ടിടും, ഏത് കുട്ട കൊണ്ടുള്ള അവർ ജയിപ്പിക്കും. അതുപോലെ ഇനി മറ്റുള്ള പാർട്ടിയിൽ നിന്ന് നടക്കുക. CPM-ലും ഇനി നടക്കാൻ പോകുന്നില്ല. ഇപ്പം ഞാനും കണ്ടില്ലേ, ഇപ്പോൾ ഇത്തവണ നമ്മുടെ സുധാകരൻ്റെ വിജയം കണ്ണൂർ, പിണറായി വിജയൻ്റെ സ്വന്തം പൊത്തിപ്പം ലീഡ് ചെയ്തു സുധാകരൻ. അതായത് പഴയ സംസ്കാരമല്ലത്, അത് ജനം സമ്മതിക്കില്ല. എന്നെ കാരണം സുധാകരൻ 24 വകുപ്പ് പോലെ നാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് മാറ്റം ഈ സുരേഷ് ഗോപിക്കൊന്നും കഴിഞ്ഞ 5-6 വർഷമായിട്ട് അവിടുത്തെ എല്ലാ കാര്യത്തിലും നിൽക്കുക. അവിടുത്തെ പൂരം പോലും നടത്തുന്നതിന് ഉത്തരവാദിത്വം പുള്ളി കേൾക്കുക എന്നൊക്കെ പറയും. സ്വാഭാവികമായിട്ടും മനുഷ്യൻ സ്നേഹം തോന്നും. അതുപോലെ ഒരു ഒരു സ്ഥാനാർത്ഥി വരണം. ജനമായിട്ട് ബന്ധമുള്ള കാൻഡിഡേറ്റ് ഇനി വന്നില്ലെങ്കിൽ ഒരു സ്ഥലത്തും ആരും ജയിക്കില്ല. അത് വളരെ ക്ലിയറാണ്. പ്രചരണത്തിന് താങ്കള് പത്തനംതിട്ടയിൽ ഇറക്കിയില്ല. ശുദ്ധവൃത്തികളാണ് പറയുന്നത്. ശുദ്ധവൃത്തികൾ നട്ടാത്തുക തുണയാണ്. 100% ആത്മാർത്ഥമായിട്ടാണ് അനിൽ ആന്റണി BJP നേതൃത്വം ഞാനുമായി ഇടപെട്ടത്. അനിലിൻ്റെ ഇലക്ഷൻ പ്രചരണം ഉദ്ഘാടനം മുതൽ മുഴുവൻ കാര്യങ്ങളിലും പങ്കെടുത്ത് കളഞ്ഞാൽ എത്രയോ അത് പങ്കെടുത്ത് എണ്ണിയിട്ടില്ല. അതുമാത്രം യോഗത്തിൽ പങ്കെടുത്തു. ഇവിടെ എങ്ങനെ ഈ തമിഴ്നാട് പഞ്ചായത്ത്, ഇവിടെ എൻ്റെ തൊട്ടടുത്തുള്ള പക്കാ ജനപക്ഷമായിട്ടായിരുന്നു. അതെല്ലാം ഒറ്റയ്ക്ക് പോയി നമ്മൾ ഭരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എങ്ങനെ ഈ ഭൂരിപക്ഷം കിട്ടത്? പൂഞ്ഞാർ പഞ്ചായത്ത് ഒറ്റയ്ക്ക് ലീഡാണ്. ഏറ്റവും കൂടുതൽ വോട്ട് അനിലാന്റിക്ക്. അത് കഴിഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പ്രചരണത്തിൽ ഇറങ്ങിയത്. അത് സംശയം എന്താ? 100% അനിലാന്റ് പറയട്ടെ, അല്ലെങ്കിൽ 100% ആത്മാർത്ഥം ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊരു മര്യാദയാണ്. നമ്മൾ വൃത്തികൾ കാണിച്ച് എനിക്ക് പാരമ്പര്യമില്ല. ഞാൻ അത് BJP കാരനാണ്. BJP ചേർന്ന് കഴിഞ്ഞ് BJP സ്ഥാനാർത്ഥിയെ എങ്ങനെ എതിർക്കുന്നത് ആ മര്യാദ ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് 100% ആത്മാർത്ഥമായി ചെയ്തത്. അതുകൊണ്ട് ഇവിടെ എങ്ങനെ ലീഡ് വന്നു? ഈ തമിഴ്നാട് പഞ്ചായത്ത് 2ാം സ്ഥാനം കഴിയുന്നു. ചെറിയ വോട്ടിന്. പൂഞ്ഞാർ തെക്കേക്കര 2 ചെറിയ വോട്ടിന്. നമ്മുടെ തീക്കോയി
അതായത് ഞാൻ ഈ വീടിലേക്ക് തൊട്ട പഞ്ചായത്ത് കുഞ്ഞാറ് അവിടെ 1ാം സ്ഥാനത്ത് അനിലാൻഡി. അത് ചുമ്മാ വന്നതാണോ? അനിലാൻഡിക്ക് എന്നെ അവിടെ വന്നോ? ഞാൻ തന്നെ പോയി വോട്ട് പിടിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ഥാനാർത്ഥി വ്യക്തിപരമായി നല്ല നല്ല മനുഷ്യന് കഴിവുള്ളവനാണ്, പക്ഷെ ഫലമില്ലല്ലോ, ജനങ്ങൾക്ക് അറിയില്ലല്ലോ. കഷ്ടപ്പെട്ടതിന് ഫലം ഉണ്ടായില്ല. അതാണ് എനിക്ക് സങ്കടം. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്രയും ബുദ്ധിമുട്ടില്ല, അതുപോലെ ആത്മാർത്ഥ കാണിച്ചു, പക്ഷേ രക്ഷയില്ല, ജനം സമ്മതിച്ചില്ല. അതായത് ജനം ആക്സെപ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ നോക്കി സ്ഥാനാർത്ഥിയാക്കും, അതാണ് അതിൻ്റെ പ്രശ്നം. അതിൽ നമ്മുടെ ഏത് പാർട്ടിയാണ്, ഇത് BJP മാത്രമല്ല, അത് പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൗകര്യമുള്ളവരെ കൊണ്ട് നിർത്തി, ഇനി അത് നടക്കാനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ചിലവാകാതെന്നായി, അത് മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ നമ്മളെപ്പോലുള്ള പാർട്ടി പറ്റും. BJPയിലേക്ക് കടന്നു വന്നതിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു, താങ്കൾക്ക് സീറ്റ് നൽകിയില്ല, അപ്പോൾ താങ്കൾക്ക് ഒരു പരാതിയും ഇല്ല എന്നൊന്ന് പറഞ്ഞിരുന്നു. ഇപ്പം ഇവിടെ സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ വിജയിച്ചേനെ, അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ടോ? അല്ല, അത് ആ ചോദ്യമേ ഇല്ല. കാരണം ഞാൻ BJPയോട് എനിക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കാതെ സീറ്റ് തന്നിരുന്നു പരാതി പറയാൻ എനിക്ക് എന്താ അവകാശം? അതെങ്ങനെ ഉണ്ടായെന്നറിയോ? ഞാൻ സീറ്റ് ചോദിച്ചില്ല. സീറ്റ് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചില്ല. പക്ഷെ അവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ പാർട്ടിയുടെ നേതൃത്വം ഇവിടെ എല്ലാ 7 നിയോജക മണ്ഡലങ്ങളും അസംബ്ലി നിയമങ്ങളിലും കണക്കെടുത്ത് പരിശോധന നടത്തിയപ്പോൾ 98% PC നിർത്താൻ ആവശ്യപ്പെട്ടു. അതാണ്, അങ്ങനെയാണ് എൻ്റെ പേര് വരുന്നത്. പക്ഷെ ഞാനത് അറിയുമോ ബന്ധപ്പോൾ ചെയ്തിട്ടേ ഇല്ല. ഒരാളോട് എൻ്റെ പേര് പറയണം ഞാൻ പറയേണ്ട ആവശ്യം എനിക്കില്ല. അപ്പം ഞാൻ നേതൃത്വം എനിക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. അല്ലെ കേന്ദ്ര നേതൃത്വം അല്ലെ സംസ്ഥാന നേതൃത്വം ചോദിച്ചുകൊണ്ട് ആരോട് ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ടില്ല. ആകെ ഒരു ഇത് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇവിടെ സുരേന്ദ്രൻ എന്നെ വിളിച്ച് കാര്യം വയനാട്ടിൽ നിൽക്കാമെന്ന് ചോദിച്ചു. കാരണം വയനാട്ടിൽ ആരും നിൽക്കും എന്ന് പ്രശ്നം വന്നു. വയനാട് നിൽക്കുന്നതിന് എനിക്ക് മടിയുണ്ടായി, ഞാൻ ആലോചിച്ചു. പക്ഷേ നമുക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ പേരിൽ വെറുതെ ഒരു കള്ളപ്രചരണം, ഞാൻ ഒരു മുസ്ലിം വിരുദ്ധരായിട്ട് എന്നെ മാറ്റി വെച്ചിരിക്കുക. സത്യം പലപ്പോഴും ചില ആളുകൾ ഉണ്ടാക്കിയ ഒരു നുണപ്രചരണമാണ്. മാന്യന്മാരെ ആളുകൾക്ക് അറിയാം ഞാൻ ഒരു സമുദായത്തിനെതിരായിട്ട് നിൽക്കാൻ പറ്റും. ഞാൻ പേട്ട ഈരായിലൂടെ ജനിച്ചു വന്നത്. പക്ഷെ ആ പേര് ദോഷം നീക്കുമ്പം 4 നിയോജകങ്ങളിലും നമ്മുടെ മലപ്പുറത്താണ്, 3 ഉള്ളും വയനാട്. അപ്പോൾ അവിടെ കയറി ഞാൻ നിൽക്കുക വീണ്ടും ആ പ്രചരണത്തിന് ശക്തി പകരാൻ നേടാതെ. അതുകൊണ്ടാണ് ഞാൻ സുരേന്ദ്ര എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ശരി വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സുരേന്ദ്രൻ എന്ന് നിൽക്കിയില്ലേ, ഇത് മൈറ്റ് വിടാൻ പറ്റുമോ? അല്ല രാഹുൽ ഗാന്ധിയൊക്കെ വെറുതെ അങ്ങോട്ട് ശരിയല്ലോ. അതുകൊണ്ട് സുരേന്ദ്രൻ തന്നെ ഞാൻ 3 ദിവസം ഞാൻ വയനാട്ടിൽ സുരേന്ദ്രന് വേണ്ടി വർക്ക് ചെയ്യാൻ പോയത്. ഞാൻ അവിടെ മാത്രമല്ല, ഇത്തവണ വളരെ ശക്തമായിട്ട് കണ്ണൂർ പബ്ലിക് മീറ്റിംഗ് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ജനത്തിൽ ഉദ്ഘാടനം ഞാനായിരുന്നു. കോഴിക്കോട്ട് അതായിരുന്നു, പിന്നെ പാലക്കാട് അതായിരുന്നു. അങ്ങനെ എല്ലാ മേഖലയും ഞാൻ പോയി. തിരുവനന്തപുരത്ത് പോയി നമ്മുടെ 2 മന്ത്രിമാരുടെ നിയോജകമണ്ഡലം എല്ലാം 1, 2 മീറ്റിങ്ങുകൾ, 3, 4 മീറ്റിങ്ങുകൾ പങ്കെടുക്കും. പത്തനംതിട്ടയിലെ പ്രചരണത്തിലാവുമ്പോൾ ജനങ്ങളുടെ ഒക്കെ ഒരു ആവേശം അത് കുഴപ്പമില്ല. ഞാനവിടെ ചെല്ലുമ്പം എല്ലാം ചിരിച്ച് റെഡിന്ന് പറയും. പക്ഷെ വോട്ട് ചെയ്യില്ല. ഒരാള് നോന്നോട് പറയുന്നില്ല. ഞാൻ ചെന്നതിനും മിണ്ടാൻ പറ്റില്ല പറയുന്നത്. ഞാൻ തീർച്ചയായിട്ടും പക്ഷെ വോട്ട് ചെയ്തില്ല. അതാ വോട്ട് ചെയ്ത് ഞാൻ വേണ്ടി ഇങ്ങനെ ആത്മബന്ധമുള്ള സ്ഥലമാണ് ഇവിടെ കുഞ്ഞാറുമായിട്ട് വന്നത്. അവിടെ ഉള്ളവർ ഒരു 80% നമുക്ക് വോട്ട് ചെയ്യും. അതാണ് ഇത്രയും വോട്ട് കൊടുക്കുന്നത്. പക്ഷേ അതും 100% വന്നിട്ട് ഇരിക്കരുത്. എത്ര പേരെ വിളിച്ച് വോട്ട് ചെയ്യാൻ ഇലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തില്ല കേട്ടോ എന്ന് പറയുന്നത്. അതിനുമുമ്പ് ചെയ്യാമെന്ന് പറയുന്നത്. അവിടെ ഇതാ പ്രശ്നം. ഞങ്ങൾ അറിയാത്ത ഞങ്ങൾ ഇന്ന് പിടിക്കണം. കഴിഞ്ഞ 3 പ്രാവശ്യം MP ആയിട്ട് എടുത്ത എതിര്. കാരണം അവിടെ എതിരുണ്ട്. പക്ഷേ ഈ നാട്ടുകാരനാണല്ലോ, അവരെ കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ വോട്ട് ചെയ്തത്. അല്ലെ ഭയങ്കര അതിൻ്റെ വിരുദ്ധ തരംഗമായിരുന്നു ഉണ്ടായിരുന്നു. ഈ അനിൽ അല്ലായിരുന്നെങ്കിൽ താങ്കളുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? ഇവിടെ ആരെ നിർത്താൻ ഇല്ല, ഞാനങ്ങനെ ഒന്നും ചിന്തിച്ചിരുന്നു. അത് പാർട്ടി എടുത്ത് തീരുമാനം, അത് എന്താണോ അംഗീകരിക്കുക. പകരം ഒരാളെന്നല്ല പിന്നെ ചിന്തിക്കാനുള്ള അവസരം ഉണ്ടായില്ല, അങ്ങനെ ചിന്തിച്ചില്ല. അത് ഇപ്പൊ എന്നാ പറയുന്നത് വെച്ചാൽ നമ്മുടെ സുരേന്ദ്രൻ നിന്നപ്പോൾ വോട്ട് കിട്ടിയില്ല. ശരിയാണ്, സുരേന്ദ്രൻ നിൽക്കുമ്പോൾ ശബരിമല ഇഷ്യൂ കത്തി നിൽക്കുക. ഇപ്പൊ ശബരിമല ഇഷ്യൂ ഇല്ല, അത് മനസ്സിലാക്കണ്ടേ. അത് തന്നെയല്ല, അന്ന് ഇവിടുത്തെ ഹിന്ദു സമുദായം ഒറ്റക്കെട്ടായി ഈ ശബരിമല ഇഷ്യൂ. അത് ക്രിസ്ത്യാനി ഒന്ന് ഞാൻ മാക്സിമം നോക്കിയതാണ്, ഒന്ന് കണ്ണു വെച്ചിരുന്ന സുരേന്ദ്രൻ ജയിച്ചു കിട്ടി. മനസ്സിലായി. അത് ഇത്തവണ ക്രിസ്ത്യാനിയുടെ ഭാഗത്ത് മാറ്റം ഉണ്ടാക്കി ഓൾ കേരള ബീച്ച്. പക്ഷെ അപ്പം
മറ്റ് ഹിന്ദു കമ്മ്യൂണിറ്റി പൂർണ്ണമായി ഇത് ഉൾക്കൊണ്ടില്ല. അതാണ് സത്യം. വരും മാറ്റങ്ങളുണ്ടാവും, ഒരു സംശയമില്ല. 26 അസംബ്ലി ഇലക്ഷൻ വരെ കാണാൻ നമുക്ക്. എൻ്റെ ഒരു കണക്ക് 30 കൂടുതൽ സീറ്റ് നമ്മുടെ BJP ഒരു സംശയമില്ല. ഈ സുരേന്ദ്രൻ ഇപ്പം തുടർച്ചയായി തോറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം നേതൃനിരയിൽ നിന്നും മാറണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം? അല്ല, അങ്ങനെ ആഗ്രഹിക്കുക ശരിയാണ്. ഒരു മനുഷ്യനെ പ്രസിഡന്റ് ആയിട്ട് വെച്ച് എല്ലായിടത്തും നോക്കാൻ പറ്റേച്ച് നീ തോറ്റവോട് മാറിക്കൊള്ളു, അതുകൊണ്ട് വർത്താനം പറയാനുള്ളൂ. അതിനൊന്നും യോജിപ്പില്ല. പിന്നെ അതിന് കൂടി സാധനം എന്തെങ്കിലും സുരേന്ദ്രന് കൊടുത്തോണ്ട് സുരേന്ദ്രൻ മാറിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. അതാ എൻ്റെ മര്യാദ. അല്ലാതെ സുരേന്ദ്രൻ ഇപ്പം ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളെ മാറ്റുന്ന മര്യാദയില്ല. കേരളത്തിലെ നേതൃനിരയിൽ ഒരു മാറ്റം വരണം, അത് പറയാൻ പറ്റില്ല നമുക്ക്. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ BJP പോലെ ഒരു ചിട്ടയുണ്ട്, RSസുമായിട്ട് ബന്ധമുണ്ട്. അവരുടെ ഒരു തീരുമാനം വരാതെ നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് കാര്യം പറ്റുള്ളൂ. ശോഭാ സുരേന്ദ്രൻ എങ്ങനെയുണ്ട്? ഒരു ഫയർ ബ്രാൻഡ് അല്ലേ. ആ ശോഭ സുരേന്ദ്രനായിരുന്നു ഇവിടെ പത്തനംതിട്ടയ്ക്ക് ജയിച്ചിരുന്ന എൻ്റെ വിശ്വാസം. ശോഭയെ നീ നിർത്തിയിരുന്നെങ്കിൽ യാതൊരു സംശയവും ചിലപ്പം ജയിച്ചു കിട്ടിയത്. ഈ സുരേന്ദ്രൻ എന്താ ജയിച്ചത്? ഒരു സംശയവും വേണ്ട. അതെനിക്ക് സംഘം വേണ്ടെന്ന് അന്വേഷിച്ചു മതിയായിരുന്നു. ബന്ധമുള്ള ഇവരൊക്കെ ജനത്തിനറിയാം ഇത് ആരുടെ ഇവന്നല്ലേ ചോദിക്കുന്നത്. കണ്ടിട്ടൊരു കൊച്ചു ഇത്ര പൊക്കോന്നു, സംസാരമില്ല, നല്ലോണം പ്രസംഗിക്കാതെ പിന്നെ വിളിച്ചു ഐസക്ക് വന്നു. ഐസക്ക് ഇപ്പൊ വളരെ മാന്യമില്ല. എന്താ കുറ്റം പറയണ? ഏറ്റവും മാന്യനായ ഒരു 5 പൈസ വൃത്തിയില്ലാത്ത സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തനായ മന്ത്രിയാണ്. പക്ഷേ ആലപ്പുഴക്കാരൻ ഇവിടെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഏതാ സഹാക്കന്മാരെ തന്നെ ചോദിച്ചു എങ്ങനെ ഇവിടെ കാര്യം CPM-ലോട്ട് ഐസക്കിന് കിട്ടിയിട്ടില്ല. ഞാനതാ പറഞ്ഞത്. BJP-യിലേക്ക് വന്നത് ശരിയാണെന്ന് തോന്നിയോ തെറ്റാണെന്ന് തോന്നിയോ? 100% BJP വന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ശരിയാണെന്ന് മാത്രമല്ല, BJP അല്ലാതെ മറ്റൊരു രക്ഷയില്ല ഇന്ത്യ വാരച്ചെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മുസ്ലിം തീവ്രവാദം ശക്തിപ്പെടുക. അത് നമ്മുടെ പ്രമുഖ പത്രത്തിലെ വലിയ ലേഖനങ്ങളാണ്, വായിച്ചാൽ മതി, അപ്പം മനസ്സിലാവും. അതെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ശാസ്ത്രീയ ബോധം വളർത്താൻ വേണ്ടിയുള്ള റിപ്പോർട്ട് വരെ ഇന്ന് വായിച്ചാൽ അതിൻ്റെ അടിയിലും പാകിസ്ഥാൻ പ്രേമം കിടക്കുന്നു. മനസ്സിലായില്ലേ? അതായത് ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം, ഞാൻ ഇത് പറയാൻ പറഞ്ഞ മുസ്ലിംക്കെതിരാന്ന് പറയാം, അത് അങ്ങനെ പറയണ്ട. ഞാൻ മുസ്ലിമിന് എതിരില്ല. പക്ഷേ ഇവിടെ പോപ്പുലർ ഫ്രണ്ട്, SDP ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ തന്നെ വാക്യം പറയും. ആ സംഘടനയൊക്കെ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? അവർ തെറ്റാണ് ചെയ്യുന്നത്. ഇവിടെ വേറൊരു കേരളത്തിൽ വന്നിരിക്കുന്ന പ്രശ്നം, മുസ്ലിം എന്ന് പറയുമ്പം എല്ലാവരും SDP-കാരൻ കാണിച്ച് വെറുതെ കാണിച്ചാലും അവരെ തള്ളി പറയാൻ മുസ്ലിം ലീഗ് പോലും തയ്യാറാണ്. മുസ്ലിം ലീഗ് തള്ളി പറയും, പക്ഷേ ഒറ്റപ്പറച്ചു പിന്നെ പറച്ചിലില്ല. അപ്പോൾ ആളുകൾ അവരെ തള്ളുന്നില്ല. മുസ്ലിം കമ്മ്യൂണിറ്റി വേണം ഈ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ. അങ്ങനെ വന്ന കേരളത്തിലെ മുസ്ലിംക്ക് മാന്യതയുണ്ടാവും. ഇത്തവണ SDP പിന്തുണയാണ് കോൺഗ്രസിന് വലിയ പിന്തുണ കൊടുത്തിരുന്നു. അതിനെപ്പറ്റി എന്താണ് പറയുക? അവരുടെ വോട്ട് കൊണ്ടാണോ ജയിച്ചത്? അന്ന് എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. അവരുടെ വോട്ട് കൊണ്ട് SDP മാത്രമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റി ബ്ലോക്കായി കോൺഗ്രസിന് ഓൾ ഇന്ത്യ വെച്ച് കൂടിയിരുന്നു, എല്ലായിടത്തും കൂടിയത്. അത് കാരണം എന്ന് വെച്ചാൽ മോദിയുടെ പ്രസംഗത്തിൽ ഈ ഹിന്ദുത്വം കൂടുതൽ വന്നു. പിന്നെ ഉടനെ ഭരണഘടന മാറ്റിക്കളയുന്ന ഇത് ഏതാണ്ട് ഉടനെ എല്ലാം കൂടെ മാറ്റുമെന്നൊക്കെയാണ് മനുഷ്യൻ വിചാരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ടായി. പിന്നെ സത്യത്തിന് ഒരു വിലയും കൊടുക്കാത്ത എന്ത് നുണയം പറയുന്ന നമ്മുടെ രാഹുൽ ഗാന്ധി ഏതെങ്കിലും സത്യം പറയാറ്? ഇപ്പം നമ്മുടെ കേരളത്തിലെ പത്രങ്ങളെല്ലാം കണ്ടാൽ 100 ചില്ലാൻ വോട്ട് കിട്ടിയ കോൺഗ്രസ് 200 ചില്ലാൻ വോട്ട് കിട്ടിയ BJP-ക്ക് വലിയ പാർട്ടി എന്നാ പറയുന്നത്. എന്തായിരുന്നു അല്ല, 240 സീറ്റ് മേടിച്ച് BJP ഒന്നുമല്ലെന്നും 150 വയ്ക്കാൻ പറ്റിയിട്ടില്ല. അവരാണ് കോൺഗ്രസ് വലുതെന്ന് പറയുന്നത്. എന്നെ കണക്ക് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മറുപടി പറയുന്നതാണ് ക്രൗണിന്ന് ഒന്നും പറയുന്നില്ല. തൃശ്ശൂരില് BJP അക്കൗണ്ട് തുറന്നു. ഇനി എന്താണ് അതിനെപ്പറ്റി? യാതൊരു സംശയമില്ല. 2026 ഇലക്ഷനിൽ 30 കൂടുതൽ സീറ്റ് അസംബ്ലി സീറ്റുകളോട് BJP കേരളത്തിൽ തഴച്ചു വളരും. 2029 ഇലക്ഷൻ BJP ഒറ്റയ്ക്ക് താമര ചിഹ്നം ഇവിടെ മുഖ്യമന്ത്രിയാവും. സംശയം വേണ്ട. എഴുതിയിട്ടോ? അതിനാണ് താങ്കളുടെ സംഭാവനകൾ എന്തൊക്കെയായിരിക്കും? എൻ്റെ ജീവൻ കൊടുത്തുള്ള സംഭാവന ഉണ്ടാവും. മുഴുവൻ സമയവും അതിനോട് ചെലവഴിക്കും. ഇനി ഉടനെ തന്നെ വർക്ക് തുടങ്ങുകയാണ്. ഒരു വിട്ടുവീഴ്ച ഉണ്ടാകും.
താങ്കളുടെ പാർട്ടിയിലെ എല്ലാ ആൾക്കാരെയും BJP-യിലേക്ക് മെമ്പർഷിപ്പ് എടുത്തോ? മെമ്പർഷിപ്പ് എടുത്ത് വെച്ചാൽ അങ്ങനെ മെമ്പർഷിപ്പ് എഴുതി കൂടെ ഇല്ല. പക്ഷേ എല്ലാവരും തന്നെ മാനസികങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും അങ്ങനെ അകന്ന് നിൽക്കുന്നവരുണ്ട്, അവരെ കൂടെ നിർബന്ധമായി ഞാൻ പേഴ്സണലായിട്ട് പോയിട്ടുണ്ട്. 14 ജില്ലയിലുണ്ട് അവരെല്ലാം. കാരണം BJP-യുടെ നേതൃത്വത്തിനായിട്ട് സംസാരിച്ചൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഉടനെ ഉണ്ടാവും. ഉണ്ടാക്കിയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ BJP-യുടെ കൊണ്ടുവരും. അങ്ങനെ വിശ്വാസം ഉണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലെ ആ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനമാണ് നടത്തിയത്. അദ്ദേഹം പറയുന്നത് ഇവിടെ കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ആളുകൾ അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ജയിച്ചേനെ, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെ അല്ലെങ്കിൽ കെ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാരെ ഇവിടെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ വിജയം ഉറപ്പിക്കാമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശബരിനാഥോടൊപ്പം ആർ. പിയൂഷ്, മറുനാടൻ TV.